വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാർജർ നമ്മുടെ വണ്ടിയിൽ നമ്മൾ തന്നെത്താൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒരു ചാർജർ നമ്മൾ കോഴിക്കോട് പോയ സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കോഴിക്കോട് പോയ ടൈമിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ മൊബൈൽ ചാർജർ സെറ്റ് ചെയ്യണത്. ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കടയിൽ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു 2500 റേറ്റ് ആയിരുന്നു ആ ചാർജറിന്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയത്, നമ്മൾ എടുത്ത ചാർജർ കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാധനത്തിന് ഒരു 1 ഇയർ വാറണ്ടി കാര്യങ്ങളുണ്ട്. അങ്ങനെ വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരെ സാധനം കൊറിയർ ചെയ്ത് കൊടുക്കുകയും അവർ നേരെ എനിക്ക് അവരുടെ കമ്പനിയിൽ കൊടുത്ത് വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ മാറി പുതിയൊരു മൊബൈൽ ചാർജർ നമുക്ക് സംഘടിപ്പിച്ച് തന്നു. അപ്പം ഈ ചാർജർ നമുക്ക് കടയിലല്ലാത്തത് കൊണ്ട് വേറൊരു കടയിൽ പോയി നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത സാധനം വേറൊരു കടയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണത് പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തെന്നാൽ ഞാൻ തന്നെ ഈ പരിപാടി ഏറ്റെടുക്കാം, ഞാൻ തന്നെ ചാർജർ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് പൈസയും ലാഭിക്കാമെന്നൊക്കെ ഓർത്ത് എന്നെത്താൻ ഇത് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർജർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ചാർജർ ഹോൾഡർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീറ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിലെ സീറ്റാണ് നമ്മൾ ആദ്യം ഊരണത്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇവിടെ കീയിട്ട്, ഇവിടെയാണ് നമ്മുടെ കീറുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. കീയിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്മൾ ഊരി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഊരി മാറ്റി. ഇപ്പോൾ ഇവിടെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സീറ്റ് നമ്മൾ ഊരി മാറ്റിയതിന് ശേഷം നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡർ സീറ്റ്, പില്ലിയൻ സീറ്റ് നമ്മൾ മാറ്റി. ഇനി റൈഡർ സീറ്റ് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ റൈഡർ സീറ്റ് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ 10-ൻ്റെ സ്പാനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് പല വണ്ടിക്കും പലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ 2 നെട്ടുണ്ട്, അത് നമ്മൾ ഊരുക. അപ്പം നമ്മൾ ആ 2 നെട്ടും കാര്യങ്ങളും നമ്മൾ ഊരിയിട്ടുണ്ട്. ഇത് 2 നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ പൊക്കി ഇങ്ങോട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ഇത് ഊരി. അപ്പോൾ അതിന് ശേഷത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജർ ബാറ്ററി വന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാറ്ററി വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നെട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു നെട്ടുണ്ട്. ആ നെട്ട് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ആ 2 നെട്ടുകളും റിമൂവ് ചെയ്യുന്നതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇത് ഊരിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ടാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഊരാം. അങ്ങനെ നമ്മൾ ഈ സൈഡിലെ നെറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് മൊത്തത്തിൽ അഴിക്കാം. അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ബാറ്ററി കാണാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജർ ഹാൻഡിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് വരാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ്ലി ഊരിയേക്കാണ്. പിന്നെ നമുക്ക് ഹാൻഡിൽ ചാർജർ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ചാർജർ ഹോൾഡർ ഇതിൽ സെറ്റ് ചെയ്തേക്കുവാണ്. ഇതെനിക്ക് കാണിക്കാൻ പറ്റില്ല, കാര്യം ഇത് ചെയ്യുമ്പോൾ 2 കൈ യൂസ് ചെയ്യേണ്ടതുകൊണ്ടാണ് എനിക്കിത് എടുക്കാൻ പറ്റാത്തത്. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇവിടെ ഒരു ഇതേപോലെ ഒരു എല്ലുണ്ട്. അപ്പോൾ എല്ലുകൊണ്ട് ഇവിടെ ഒരു സ്ക്രൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വണ്ടിയുടെ ഇത് അഴിച്ച പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഊരുക. ഇതിങ്ങനെ ഊരിയാനും ടൈറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഊരുക നേരത്തെ ഇത് നമുക്ക് 2 പോർഷനായിട്ട് വരും. ഇതേപോലെ 2 ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാൻഡിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് നമ്മുടെ ഈ എല്ല് കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് അത് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ആ സാധനം പ്രോഡക്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇവിടെ സെറ്റ് ചെയ്തു. അതിന് ശേഷം ഈ വയറാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ബാറ്ററിയിൽ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം ബാറ്ററിയിൽ നിന്ന് ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീ ഓണാക്കിയിടേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ വണ്ടിയിൽ നമ്മൾ കീയിൽ ചില ആളുകൾ ചെയ്യും, പക്ഷെ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കീ ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആകും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കീയിലാണ് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
കീലെന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഈ ഒരു കീ സെറ്റിലുണ്ടല്ലോ, ഇതിൻ്റെ അകത്താണ് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കുമ്പം ഇപ്പോഴത്തെ വണ്ടികൾക്കെല്ലാം തന്നെ ലൈറ്റ് ഓണായി കിടക്കും. അപ്പോൾ നമുക്ക് ചാർജിങ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാവുമ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു റൈഡൊക്കെ പോയിട്ട് വരുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ചായ കുടിക്കുന്ന ടൈമിൽ കൂടി നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും, ഇവിടെ ഇരുന്നോളും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അതായത് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. നമ്മളിവിടെ ഹോൾഡർ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ താഴത്തോട്ട് വരിക. താഴത്തോട്ട് വരുമ്പോൾ ഇത് നമുക്ക് കിറ്റുള്ള വണ്ടിയാണ്, കിറ്റില്ലാത്ത വണ്ടിയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഇത് നമ്മളൊരു വയർ എവിടെ ഉടക്കാതെ കിടക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ അതിൻ്റെ ഗ്യാപ്പിൽ കൂടി വയറിടുക. കാര്യം പിന്നെ ഇത് നമ്മൾ ഹാൻഡിൽ തിരിക്കുന്ന സമയത്താണെങ്കിലും പുറത്തോട്ടൊന്നും പോകത്തില്ല, ഇതിൽ കൂടി കൃത്യമായിട്ട് കിടന്നോളും. അങ്ങനെ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടി വയർ ഇട്ടതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. സോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി തന്നെ ഈ വയർ നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരണം. നമ്മൾ ആ വയർ കൊളുത്തിയതിന് ശേഷം അവിടെ ആ ഒരു വയർ ഹോൾഡ് ചെയ്ത് വെക്കണം, ആ ഒരു കമ്പിയിൽ കൊളുത്തിയതിന് ശേഷം നേരെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കൂടി അധികം താഴത്തോട്ട് ഷോക്കിൻ്റെ അങ്ങോട്ട് പോവാതെ മേളിലൂടെ തന്നെ ഈ വയറിങ്ങിൻ്റെ സൈഡിൽ കൂടി തന്നെ നമ്മൾ നേരെ ഈ ഒരു നമ്മുടെ ക്രാഷ് കാർഡിൻ്റെയൊക്കെ മേളിലായിട്ട്, എൻജിൻ്റെ മേളിലായിട്ട് ഇതിവിടെ ആ വയർ വലിച്ചെടുത്തു. ഇതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ടാങ്ക് ഉണ്ടല്ലോ, നമുക്ക് വേണേൽ ഇങ്ങനെ നമ്മൾ താഴത്തൂടി ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വയർ എൻജിനിൽ തട്ടി ചിലപ്പോൾ അത് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ആ ഹീറ്റൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കണക്ട് ചെയ്യാതെ നേരെ മേളിൽ നമ്മുടെ ടാങ്കിൻ്റെ ഗ്യാപ്പുണ്ട്, ഈ ഫ്യൂവൽ ടാങ്കാണ്, ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് വഴി നേരെ നമ്മൾ വയർ വലിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു സെയിം എന്തെങ്കിലും വയറോ കാര്യങ്ങളോ വേറെ എങ്ങോട്ടും പോകാതിരിക്കാനായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഒരു കമ്പി വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടക്കൂടി നേരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ സെക്ഷൻ. വണ്ടി ഇപ്പോൾ ആകെ ചെളിയായിട്ടിരിക്കുവാണ്. കാര്യം ഇന്നലെ നമ്മൾ ഒരു സ്ഥലത്തൊക്കെ പോയായിരുന്നു, പത്തനംതിട്ടയൊക്കെ പോയതുകൊണ്ട് ചെളിയായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും പോസിറ്റീവും നെഗറ്റീവ്. ഇത് കൃത്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, റെഡ് അറിയാമല്ലോ പോസിറ്റീവ്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ കൃത്യമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫീസുണ്ട്. അപ്പോൾ ഈ ഫീസ് കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ഞാനിത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഫീസ് കാര്യങ്ങൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്, ഈ ഒരു ചെറിയ സാധനമാണ്. അപ്പോൾ അത് ഫീസ് കാര്യങ്ങൾ ഓൾറെഡി വന്നിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ ഇത് ചുമ്മാ ഒന്ന് തിരിച്ചങ്ങോട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് ജസ്റ്റ് നോക്കാം ചാർജ് ആകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ രണ്ട് സ്ക്രൂ ഒന്ന് നമുക്ക് ലൂസ് ചെയ്യാം ബാറ്ററിയുടെ. ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടക്കോട്ട് കയറ്റി കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുപോലെ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക, ഇത് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ വയറ് കാര്യങ്ങളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് വയറും നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജർ കുത്തി ചാർജ് കയറുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ചാർജർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. മേളിൽ നമുക്ക് ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ട ചാർജിങ്. അപ്പോൾ ചാർജിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ സംഭവം നമ്മളിപ്പോൾ ചെയ്ത കാര്യം സക്സസ് ആയിട്ടുണ്ട്. ചാർജ് കയറുന്നുണ്ട് ഇപ്പോൾ ഫോണിൽ. ഇത് കണ്ട നിങ്ങൾക്ക് കാണാം, അവിടെ നിങ്ങൾക്ക് ചാർജ് കയറുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതൊക്കെ സക്സസ് ആണ്. കാര്യം ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വയർ നേരെ ഇതിനിടക്കോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വയർ നേരെ ഇതിൻ്റെ ഇടക്കോട്ട് നമ്മൾ വെച്ച്. കാര്യം അധികം വയറൊക്കെ കിടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും
കാര്യങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബാറ്ററിയിലേക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവൊക്കെ കൊടുത്ത് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാർജ് കുത്തി നോക്കിയല്ല, ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് നമ്മുടെ വണ്ടി പഴയ ഒരു വിധത്തിലേക്ക് കൊണ്ടുവരാം. ശരിക്കും ഇത് നമ്മൾ പുറത്തു പോയി ചെയ്യുകയാണെന്നെങ്കിൽ 10-200 രൂപ പോകുന്നൊരു കേസാണ്. പക്ഷേ നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് കിറ്റുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു പാട് ഇതിനകത്തു കൂടിയൊക്കെ കയറ്റാനുള്ള ചെറിയ കുറച്ച് ഒന്ന് കഷ്ടപ്പെട്ട്. പക്ഷേ കിറ്റില്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വയറ് കാര്യങ്ങൾ ഇതേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒക്കെ ഇവിടെയുണ്ട്. സേഫായിട്ട് തന്നെ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ചാർജറൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി പഴയ പോലെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ട ഇത് ഈ ഒരു റബ്ബർ പോർഷൻ ഉണ്ട്, അതിൻ്റെ അടിയിലായിട്ടാണ് USB കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴത്തായിട്ടൊരു സ്വിച്ച് ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. കണ്ട ഇത് മേളിലേക്ക് വെക്കുമ്പോഴാണ് ഇത് ഓണാകുന്നത്. ഇപ്പോൾ നമ്മൾ ഓണാക്കിയാണ് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോണ് വെക്കണമല്ലോ. അപ്പോൾ നേരെ നമ്മൾ ഫോൺ വെച്ച് ഒറ്റക്കൈയുള്ള കാരണം ഭയങ്കര പ്രയാസമാണ്. നമ്മളെയൊക്കെ ഇവിടെ സഹായിക്കാൻ ആരുമില്ല ഗൈസ്, വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല, എല്ലാം സെൽഫ് വീഡിയോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ USB കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഇനി സ്വിച്ച് ഓൺ ആക്കിയത് ചാർജ് കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷണവും കാര്യങ്ങളും വിജയകരമായിരിക്കുകയാണ്. ചാർജൊക്കെ കയറുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ. അയ്യോ, അങ്ങനെ ഈ ഒരു കർത്തവ്യം നടന്നിരിക്കുന്നു. ഇത് സഫലമായിരിക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് വേറൊന്നുമല്ല. ഇപ്പോൾ വിലക്കുറവിൽ ഓൺലൈനിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇതൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. പിന്നെ വണ്ടിയുടെ ടൂൾസൊക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ പറയുക, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സ്വന്തം ഋഷി സൂര്യ വ്ളോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമാധാനം പുറത്ത്. പീസ് ഔട്ട്.